അഗ്നിസാക്ഷി ഭാഗം 24. ഒരാഴ്ചക്കുള്ളിൽ സഹദേവൻ വന്നു. കാര്യങ്ങളെല്ലാം അയാൾ ക്ഷമയോടെ കേട്ടു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് താമസിപ്പിക്കേണ്ടെന്ന എൻ്റെ അഭിപ്രായം. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി ഒരു താലികെട്ട്. അധികാരിയും വിളിക്കണ്ട, അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചാൽ മതി. എന്താ കാശി, അതുപോരെ? സഹദേവൻ ചോദിച്ചു. മതി. അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൻ വേഗം പുറത്തേക്ക് നടന്നു. വീണ പതിയെ മുറ്റത്തിറങ്ങി അവൻ്റെ അരികിലേക്ക് ചെന്നു. കാശിയേട്ടാ, എനിക്ക് കല്യാണം വേണ്ട. അവൻ അവളെ ഉറ്റുനോക്കി. നീ എന്താ ഇങ്ങനെ പറയുന്നേ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നുണ്ടോ? അതുകൊണ്ടല്ല. വിവാഹം കഴിക്കുന്ന ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണിൻ്റെ പരിശുദ്ധി. അത് നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എന്നെപ്പോലെ ഒരുതി കാശിയേട്ടന് ചേരില്ല. വീണ, പെണ്ണിൻ്റെ പരിശുദ്ധി തീരുമാനിക്കേണ്ടത് അവളുടെ ശരീരമല്ല, മനസ്സാണ്. നിൻ്റെ സമ്മതമില്ലാതെയല്ലേ അവൻ നിന്നെ തൊട്ടത്. മനസ്സുകൊണ്ട് നീ ഒരിക്കലും അവന് വഴങ്ങിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ കളങ്കപ്പെട്ടിട്ടില്ല. കളങ്കമില്ലാത്ത ശരീരമല്ല, കളങ്കമില്ലാത്ത മനസ്സ്. അതാണ് ഒരുവൻ്റെ ഭാര്യയാക്കാനുള്ള ഒരു പെണ്ണിൻ്റെ യോഗ്യത. എൻ്റെ ഭാര്യയാക്കാൻ ആ യോഗ്യത മതി. അവൻ തറപ്പിച്ച് പറഞ്ഞു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. സമയം കുറേയായി, താൻ പോയി കിടന്നു, അവൻ പറഞ്ഞു. വീണ് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. കാശി വീണ്ടും അവിടെ നിന്ന് ഓരോ ചിന്തയിലാണ്ടു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവനത് എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ പാർവതിയുടെ പേര് തെളിഞ്ഞതും അവൻ്റെ ഉള്ളു പിടഞ്ഞു. നെഞ്ചിൽ കൂരുമ്പ് കുത്തുന്ന വേദനയോടെ അവൻ ആ കോൾ കട്ട് ചെയ്തു. പിന്നെ ഫോണിൽ നിന്നും ആ നമ്പർ ഡിലീറ്റ് ചെയ്ത ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. മാവിൽ ചാരി നിന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ശബ്ദമില്ലാതെ അവൻ കരഞ്ഞു. അമ്പലത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. മുഹൂർത്തമായതും വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വീണയും കാശിയും ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്ന് തൊഴുതു. പിന്നെ ചന്ദനം ചാർത്തി. മുഹൂർത്തമായതും തിരുമേനി താലിയെടുത്ത് കാശിനാഥന് നേരെ നീട്ടി. അവൻ ഒരു നിമിഷം പകച്ചു. അവൻ്റെ ഹൃദയമിടിപ്പേറി. വിറയാർന്ന കൈകളോടെ അവൻ ആ താലി വാങ്ങി അവളുടെ കഴുത്തിൽ ചാർത്തി. നെറുകയിൽ സിന്ദൂരം ചാർത്തിയ ശേഷം ഇരുവരും തൊഴുതു തിരിഞ്ഞതും മുന്നിൽ എല്ലാം കണ്ട് തരിച്ചു നിൽക്കുന്ന ശ്രീപാർവതിയെ കണ്ട് അവനും ഞെട്ടിപ്പോയി. ദേവിക്കായി അർപ്പിക്കാൻ കൊണ്ടുവന്ന പൂമാലയും സിന്ദൂരവും അടങ്ങുന്ന താലം അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. കണ്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവൾ ഒന്നുകൂടി നോക്കി. ശ്വാസം നിലച്ചതുപോലെ അവൾ നിന്ന് കിതച്ചു. പിന്നെ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. അവൻ നടക്കാനൊരുങ്ങിയതും പിന്നിൽ നിന്നും അമ്മയുടെ വിളി വന്നു. കാശി, രണ്ടാളും പ്രദക്ഷിണം വെച്ചിട്ട് വാ. അപ്പോഴാണ് അവൻ ആ യാഥാർത്ഥ്യം ഓർത്തത്. കണ്ണുകൾ തുടച്ച് അവൻ തിരിഞ്ഞ് വീണയുടെ അരികിലേക്ക് ചെന്നു. വീണ പറഞ്ഞു നിർത്തി. ശ്രീപാർവതി എല്ലാം ക്ഷമയോട് കേട്ടു നിന്നു. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം കാശിയേട്ടൻ ആരോടും മിണ്ടാതെ കഥകടിച്ച മുറിയിലിരിപ്പായിരുന്നു. ആദ്യ രാത്രി ഒരു ഗ്ലാസ് പാല് എൻ്റെ കയ്യിൽ വെച്ച് തരുമ്പോഴാണ് അമ്മായി പറഞ്ഞത്, കാശി ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നും അമ്മായി അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞപ്പോൾ ഇത്രയും വേഗം ഇങ്ങനൊരു കല്യാണം കൂടെ അവസരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പാലുമായി മുറിയിൽ ചെന്ന് ഞാൻ കാശിയേട്ടനോട് ചോദിച്ചു, കാശിയേട്ടൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് മറുപടി കിട്ടിയത്. ശ്രീപാർവതി. തരിശായി കിടന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ കുളിർമഴയായി വന്ന് എന്നിൽ വസന്തം വിരിയിച്ചവൾ. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവളായിരുന്നു. എന്നിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി SI ടെസ്റ്റ് ചെയ്താൻ പ്രേരിപ്പിച്ചതും അവളായിരുന്നു. എല്ലാറ്റിനും എൻ്റെ കൂടെ നിന്നു. ഇന്നെനിക്ക് SI സെലക്ഷൻ കിട്ടാൻ കാരണക്കാരി അവളാണ്, എൻ്റെ ശ്രീപാർവതി. എൻ്റെ പ്രാണനാണ് അവൾ. അവളെ മറക്കുക എന്നത് മരണത്തിന് തുല്യമാണ് എനിക്ക്. പക്ഷേ നിനക്ക് നഷ്ടമായ ജീവിതത്തിൻ്റെ പകരം തരാൻ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. ഒരു നല്ല സുഹൃത്തായി ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ നിന്നെ സംരക്ഷിക്കും. പക്ഷേ അതിൽ കൂടുതൽ എന്നിൽ നിന്നും നീ ഇപ്പോൾ പ്രതീക്ഷിക്കരുത്. അവൻ വിഷമത്തോടെ പറഞ്ഞു. വീണയുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവൾ ധൈര്യത്തോടെ തലകുലുക്കി.
കാശിയേട്ടനെ ഇപ്പോൾ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഈ മുറിക്ക് പുറത്ത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, പക്ഷേ ഈ മുറിക്കുള്ളിൽ ഞാൻ എന്ന് കാശിയേട്ടൻ്റെ ഒരു നല്ല സുഹൃത്തായിരിക്കും. അതും പറഞ്ഞ് അവൾ ചെന്ന് പായെടുത്ത് നിലത്ത് വിരിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം കാശി ചെന്ന് കടയിൽ കിടന്നു. എല്ലാം കേട്ട് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വീണ കണ്ണുകൾ തുടച്ചു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കാശിയേട്ടന് ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നു. അതൊരു തരത്തിൽ കാശിയേട്ടനൊരു ആശ്വാസമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ വെച്ച് ഞാൻ തലകറങ്ങി വീണത്. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. സത്യത്തിൽ എന്ത് ചെയ്യണമെന്നത് എന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഒരുവൻ്റെ താലി കഴുത്തിലിട്ട് മറ്റൊരുവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു നിമിഷം മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോയി. വിവരം അറിഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ ഒന്ന് തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. വിവരം പറഞ്ഞ് കാശിയേട്ടൻ വന്നു. ആകെ തകർന്നിരിക്കുന്ന എന്നെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞെ തന്നെ വളരും. അതോർത്ത് നീ ഒരിക്കലും വിഷമിക്കരുത്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. അത് കുഞ്ഞിനെ ദോഷമാക്കും. ഇനി നീ ആ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കാശിയേട്ടൻ്റെ വാക്കുകൾ ഒരേ സമയം സങ്കടവും ഒപ്പം ആശ്വാസവും നൽകി. പിന്നീട് ഞാൻ എല്ലാം മറന്നു. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമായി ചിന്ത. അവനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ സ്വന്തം മകനായി തന്നെയാണ് കാശിയേട്ടൻ കരുതിയത്. അന്നു മുതൽ ഒരച്ഛൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാശിയേട്ടൻ നിറവേറ്റി. ഇന്ന് അവനെന്നാൽ കാശിയേട്ടൻ്റെ ജീവനാണ്. ഒരു തെറ്റും ചെയ്യാതെ കാശിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നതിൽ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക്. പാർവതി തിരിച്ചു വന്നപ്പോൾ കാശിയേട്ടൻ്റെ മുഖത്ത് നഷ്ടമായ ആ പഴയ തിളക്കം വീണ്ടും വന്നു. എന്തൊക്കെ വന്നാലും നിന്നെ നഷ്ടപ്പെടുത്താൻ കാശിയേട്ടന് എനിക്ക് കഴിയില്ല. പുറമെ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് മുഴുവനും നിന്നോട് സ്നേഹമാണ്. നിന്നെ കാണാതായെന്നറിഞ്ഞ നിമിഷം ആ മനസ്സ് നേരിപ്പൊക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. കാശിയേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് പാർവതിയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചു. പാർവതി, നീ എനിക്കൊരു വാക്ക് തരൂ. ഒരിക്കലും കാശിയേട്ടനെ വിട്ട് പോവില്ലെന്ന്. അവൾ പാർവതിയെ ഉറ്റുനോക്കി. അവളൊന്ന് ഏങ്ങി. വീണ, എനിക്കിപ്പം നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല. ഈ കാര്യങ്ങളൊക്കെ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ ആ വിഷുവിൻ്റെ കൈ ഒടിക്കുന്നതിന് പകരം തലയെടുത്തേനെ ഞാൻ, അവൾ അരിശത്തോട് പറഞ്ഞു. വീണ അമ്പരപ്പോടെ അവളെ നോക്കി. പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്തവന് മരണം തന്നെയാണ് ശിക്ഷ. അതൊക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ പാർവതി. അതിനെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ല. എനിക്ക് സ്നേഹിക്കാൻ തങ്കം പോലൊരു മകനെ തന്നില്ല ദൈവം, അത് മതി എനിക്ക്, വീണ പറഞ്ഞു. പാർവതി അവളുടെ കൈ പിടിച്ചു. കാര്യങ്ങളൊക്കെ അറിയാതെ ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നും പറയരുത് പാർവതി. ഞാൻ മൂലം നിങ്ങളുടെ ജീവിതമല്ല തകർന്നത്. അതിലൊരുപാട് വിഷമിച്ചിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് സമാധാനമായി. നിങ്ങളുടെ സന്തോഷം കണ്ടാൽ മതി എനിക്ക്. അതും പറഞ്ഞ് വീണ് പുറത്തേക്ക് നടന്നു. പാർവതി തളർച്ചയോടെ കട്ടിലിലായിരുന്നു. തുടരും.